ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ബട്ടർ ചിക്കൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്യുന്നത് മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചതാണ് കേട്ടോ. രാവിലെ ഞാൻ രാത്രികൾക്ക് ഉണ്ടാക്കാനായിട്ട് ഉച്ചക്ക് തന്നെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്ത് എടുത്താലും മതി. ചിക്കൻ ഞാൻ എടുത്തത് ഇവിടെ ബോൺലെസ് ആണ് കേട്ടോ അധികം എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ചെറുതാക്കി ഒരു മീഡിയം സൈസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊന്ന് വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞളും മുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇത്രയും ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ ചിക്കനൊക്കെ സാധാരണ പൊരിക്കാൻ എടുക്കില്ലേ അതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒന്ന് ഫുൾ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല ചിക്കൻ ഒന്ന് അടിയൊന്ന് നല്ല ഇതായതിന് ശേഷം മാത്രം മറിച്ചിടുക കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് മാത്രമാണ് കേട്ടോ സ്പൂൺ ഇട്ടിട്ട് ഇളക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിക്കൻ അടിയിൽ പിടിക്കും. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ആദ്യം പൊരിച്ച് മാറ്റിയതിന് ശേഷം ഇപ്പോൾ ഇതാ ഒരു പാൻ എടുത്തിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലിട്ട് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ ബാക്കി ഉണ്ടായിരുന്ന എണ്ണയിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഏകദേശം ഇത് ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു വലിയ സവാളാണ് എടുത്തിട്ടുള്ളത്, ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ചേർത്ത് നല്ലൊന്ന് മണം പോകുന്നവരെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം മറ്റ് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മണം ആദ്യം പോയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒരു കുത്തുണ്ടാവില്ല, അത് പോയതിന് ശേഷം ഇപ്പോൾ ഞാൻ തക്കാളി ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് കറി വേണമെന്നുണ്ടായിരുന്നു, അപ്പോൾ ഒരു 5 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തക്കാളി ഞാൻ കുറച്ച് വലിയതായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്, അരക്കാനുള്ള പേസ്റ്റ് ആക്കാനുള്ളതുകൊണ്ട് അത് വലുതാക്കി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 20 കാഷ്യൂസും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇത് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണും 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് പിന്നെ ഒരു അര സ്പൂണ് ഗരം മസാലയും കൂടിയാണ് കേട്ടോ ചേർത്തത്. മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ആ തക്കാളിയൊക്കെ ഒന്ന് പൊടിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇതാക്കണം കേട്ടോ. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അര സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ഒരു ചെറിയൊരു മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അരച്ചെടുക്കണം കേട്ടോ, പേസ്റ്റാക്കി എടുക്കണം. ചൂടാറിയതിന് ശേഷം മാത്രം അരച്ചെടുക്കാൻ നോക്കണം കേട്ടോ. അതിനിപ്പോൾ ഞാൻ ഒരു പാൻ എടുത്ത് അതിലോട്ട് ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള. എന്നിട്ട് നേരത്തെ അരച്ച് വെച്ച ഇത് അതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായ ചിക്കനും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ ചിക്കനൊക്കെ ഇട്ട് വെള്ളം ആവശ്യത്തിന് വേണമെങ്കിൽ ഒഴിക്കട്ടെ. ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവല്. അപ്പോൾ ഫുള്ള് സ്ലോയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഞാനൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇപ്പോൾ ഇതാ കസൂരി മേത്തി മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകമില്ല, പെരുംജീരകമല്ല, ചെറിയ ജീരകത്തിൻ്റെ പൊടിയും. പിന്നെ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ കുബൂസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാനോ അല്ലെങ്കിൽ പൊറോട്ട അങ്ങനെ എന്തും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.